മുഖ്യമന്ത്രിയുടെ അക്കാദമിക് അഡ്വൈസർ രതീഷ് കാളിയാടൻ PhD തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവുമായി KSU. സ്കൂളിൽ അധ്യാപകനായി ഇരിക്കുമ്പോൾ തന്നെ അസമിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റെഗുലറായാണ് PhD എടുത്തതെന്നാണ് ആരോപണം. പ്രബന്ധത്തിൽ 70% കോപ്പിയടിയാണെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ആരോപിച്ചു. അദ്ദേഹത്തെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, അക്കാദമിക് അഡ്വൈസർ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റണമെന്നും KSU ആവശ്യപ്പെട്ടു. അദ്ദേഹം 2012-14 കാലഘട്ടത്തിൽ ആസാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD നേടി എന്നാണ് അദ്ദേഹത്തിൻ്റെ രേഖകളിൽ എല്ലാം കാണിച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്ത് 2009-17 കാലഘട്ടത്ത് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് തലശ്ശേരിയിൽ അധ്യാപകനായിരുന്നു എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് ആസാമിലേക്ക് അദ്ദേഹം പോയി ഒരേ സമയം ഇത് കായംകുളം MSM കോളേജിൽ നിഖിലിന്റെ വിവാദം ഉണ്ടായതിന് സമാനമായി നിഖിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് അവിടെ നിന്ന് വിമാനത്തിൽ കയറി കലിംഗ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നത് പോലെ തന്നെ ഇദ്ദേഹം തലശ്ശേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആസാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD നേടുകയാണ്. അതും അദ്ദേഹം റെഗുലർ ബേസിസിൽ തന്നെയാണ് PhD നേടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മിനിമം റെഗുലർ PhD എന്ന് പറയുമ്പോൾ ഏറ്റവും മിനിമം 3 വർഷമെങ്കിലും ഉണ്ടായെങ്കിൽ മാത്രമാണ് നമുക്ക് ആ PhD പൂർത്തിയാക്കാൻ സാധിക്കത്തുള്ളൂ. അതിൽ കോഴ്സ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ 80% അറ്റൻഡൻസ് നേടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലൊരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ അവസരത്തിൽ തന്നെ അദ്ദേഹം അവിടെ PhD നേടുന്നു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ വലിയൊരു കൃത്രിമത്വമുണ്ട്. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, എന്താണ് രതീഷ് കാളിയാടനെതിരായ KSU ആരോപണം? ധന്യ, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രതീഷ് കാളിയാടനെതിരെയാണ് PhD തട്ടിപ്പ് ആരോപണവുമായി KSU രംഗത്ത് വന്നിരിക്കുന്നത്. തലശ്ശേരിയിൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിരുന്ന അതേ കാലയളവിൽ തന്നെ രതീഷ് കാളിയാടൻ അസമിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തത് എന്നതാണ് KSU ആരോപിക്കുന്നത്. 2012-2014 ഈ രതീഷ് കാളിയാടൻ PhD എടുത്തത്. UGC നിർദ്ദേശിക്കുന്നത് 3 വർഷം കൊണ്ട് PhD പൂർത്തിയാക്കണം എന്നാണ്. പക്ഷേ രതീഷ് കാളിയാടൻ 2 വർഷം കൊണ്ട് PhD പൂർത്തിയാക്കി എന്നാണ് പറയുന്നത്. അതും ഇതിന് വിരോധമാണ് എന്ന് ആണ് ഇപ്പോൾ അലോഷ്യസ് സേവ്യർ ആരോപിക്കുന്നത്. UGCയുടെ മാനദണ്ഡങ്ങൾ എല്ലാം ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം PhD നേടിയിരിക്കുന്നത് എന്ന് അലോഷ്യസ് സേവ്യർ ആരോപിക്കുന്നു. ഒപ്പം PhD പ്രബന്ധം, രതീഷ് കാളിയാടന്റെ PhD പ്രബന്ധം 70% കോപ്പിയടിയാണ്. 10% വരെ പ്ലാജറിസമാണ് UGC അനുവദിക്കുന്നത്. പക്ഷേ അത് 70% കോപ്പിയടിയാണ്. ഓരോ ചാപ്റ്റർ വൈസും ഈ കോപ്പിയടിയാണ് എന്നാണ് അലോഷ്യസ് സേവ്യർ ആരോപിക്കുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്നയാളാണ്. അക്കാദമിക് അഡ്വൈസർ സ്ഥാനത്തും രതീഷ് കാളിയാടനാണ് ഇരിക്കുന്നത്. ഈ അക്കാദമിക് അഡ്വൈസർ സ്ഥാനത്തെല്ലാം അദ്ദേഹം എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ PhD നേടി എന്നതാണ്. പക്ഷെ അത് ഈ രീതിയിലാണ് നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അതുപോലെ അക്കാദമിക് അഡ്വൈസർ സ്ഥാനത്ത് നിന്നും മാറ്റണം എന്നാണ് KSU ആവശ്യപ്പെടുന്നത്. ഈ പ്രബന്ധം റദ്ദാക്കണം എന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. UGCക്കും ആസാം യൂണിവേഴ്സിറ്റിക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകും എന്നും അലോഷ്യസ് സേവ്യർ വ്യക്തമാക്കുകയുണ്ടായി. വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം.